വൈരങ്കോടിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും അവകാശികളായിട്ടുള്ള ജനങ്ങളാണ്. ഒരു മതമൈത്രിയുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും എത്തിച്ചേരുന്ന ഏകക്ഷേത്രം എന്ന് തന്നെ പറയാം ഈ വൈരങ്കോടിനെ കുറിച്ച്. പവൻ ഗോൾഡ് തിരൂർ. ഉത്സവം ചടങ്ങുകൾ നടക്കുന്നുണ്ട്, ആഘോഷങ്ങൾ കുറവ്. എന്നാലും ഞങ്ങൾ കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് വന്നു. അത്രയും ദൂരത്ത് നിന്ന് വഴിപാടും കാര്യങ്ങളും ചെയ്യാനുള്ള. എന്തായാലും ഇവിടെയൊക്കെ ഈ സമയത്ത് തിക്കും തിരക്കും നല്ല ജനങ്ങളുള്ള സമയമാണ്. അപ്പോൾ ഈ കൊറോണ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടു തൊഴുതു പോവുക, അത്ര തന്നെ. വരവുകളൊക്കെ ചുരുക്കമാണ്. ഇപ്പോൾ അത്യാവശ്യ സ്ഥാനക്കാർ മാത്രം വന്നു പോവുക എന്നുള്ളൊരിതാണ്. മറ്റിവിടൊക്കെ നല്ല കച്ചവടക്കാരെ കൊണ്ടും ആൾക്കാരെ കൊണ്ടും നല്ല തിരക്കായിരുന്നു. പ്രാവശ്യം അതൊക്കെ കുറവാണ്. എന്നാലും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട് ഇവിടെ. വിഷമം തോന്നുന്നുണ്ട്. ആൾക്കാരും കച്ചവടക്കാരൊക്കെ എത്രയോ ഇതെന്ന് കിട്ടി ജീവിക്കുന്ന മനുഷ്യരല്ലേ. അവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളല്ലേ. ഇപ്പം ഇപ്പോഴത്തെ സന്ദർഭം അങ്ങനെയല്ലേ, നമ്മളതിനെ പ്രതിജീവിച്ചല്ലേ പറ്റുള്ളൂ. ഇനി വൈകുന്നേരം ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കണത്. മറ്റേത് അത്യാവശ്യം കാളവരവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതൽ കാളവരവുള്ള സ്ഥലമാണല്ലോ. ഏറ്റവും കൂടുതൽ വരവും കാളവരവും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മളെ ഈ ദേശത്ത് വെച്ചിട്ട്. ഭഗവാനെ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു പാകവും ഇല്ല. ഞങ്ങൾ ഈ വൈരങ്കോട് അമ്മേൻ്റെ പറമ്പിൽ എത്രയോ ആൾക്കാരുള്ള കച്ചവടം ചെയ്തിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല, ഈച്ച പൂച്ച ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു പാകവും ഇല്ല. അപ്പോൾ തന്നെ വളരെ സങ്കടം തോന്നി. കാരണം ഇങ്ങോട്ട് വരാൻ തന്നെ പറ്റില്ല. കാരണം ഭയങ്കര തിരക്കാവും. ഇപ്രാവശ്യം അത് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടവും. കാളവരവില്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തൊഴാൻ വേണ്ടി വന്നു. നിയമങ്ങൾ പാലിക്കണം. നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടിക്കുന്നത് അവരൊക്കെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ പുറത്തേക്ക് പോരണം. എന്തെങ്കിലും ഇപ്പോൾ ഞാനടക്കം ഇവിടെ നിൽക്കുകയാണ്, അങ്ങോട്ട് കയറാൻ കഴിയണില്ല. അതൊക്കെ ഒരു തടസ്സമാണ്. എന്തായാലും ഇന്നത്തെ വൈരങ്കോട്ട് വലിയ തെയ്യായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ പ്രസിദ്ധമാണ്. മടക്കാൻ പറ്റില്ല. ഇവിടുത്തെ ശക്തി അങ്ങനെ തന്നെയാണ്. ദേവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് 3 മാസം നടന്നാൽ ഞാൻ നോൻപെടുത്തിക്കായിരുന്നു ഇവിടെ ഒന്ന് വന്നു ചേരാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇന്നെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത്. എല്ലാ വർഷവും ഞാൻ വരലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇത്ര ഉത്സവമില്ലെങ്കിലും ആഘോഷമില്ലെങ്കിലും ഈ രീതിയിലെങ്കിലും ദേവി ഞങ്ങൾ വരാൻ അനുവദിച്ചതിന് ദേവിക്ക് നന്ദി, അത്ര പറയാം. ഇപ്രാവശ്യം ഭയങ്കര വിഷമത്തിലാണ്. ഈ ഒരു സമയം ഇങ്ങനെ ആയാലും അല്ലാത്ത വിഷമമുണ്ട്. ഞങ്ങളിപ്പോൾ അത് പറഞ്ഞു വരികയാണ്. ഇതുവരെ റോഡിലൊരു ഒഴിവുണ്ടായിരുന്നില്ല, വാഹനങ്ങളായിട്ടും യാത്രക്കാരായിട്ടും. ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ എല്ലാ കൊല്ലം ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വരവുണ്ട്. അതപ്പോൾ ഇപ്രാവശ്യം കോവിഡ് പശ്ചാത്തലത്തിൽ ആൾ കുറവാണ്. അതുകൊണ്ട് കച്ചവടമൊക്കെ കമ്മിയാണ്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കച്ചവടമാവും ചെയ്യും. ആഴുവഞ്ചേരി തമ്പ്രാക്കളുടെ ഊരായ്മയിലുള്ളതും മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഭരണ ചുമതലയുമുള്ള വെട്ടത്തുനാട്ടിലെ ഒരു മഹാക്ഷേത്രമാണ് വൈരങ്കോട് ശ്രീ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന തീയാട്ടിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. കോവിഡ്-19 മഹാമാരി ലോകത്താകമാനം പ്രയാസം വിതച്ച ഒരു സന്ദർഭത്തിലാണ് ഈ ഉത്സവത്തിന് ഇവിടെ കൊടിയേറ്റം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും നിലവിലുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഉത്സവം വളരെ പരിമിതപ്പെടുത്തുന്ന രൂപത്തിലാണ് ദേവസ്വം ബോർഡ് കൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് മുൻകാലങ്ങളിലെ പോലെ ദൃശ്യമല്ലെങ്കിലും ഇന്ന് വലിയ തീയാട്ട് ദിവസമായ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലധികം ഭക്തന്മാർ ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ട്രസ്റ്റി ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസറും ജീവനക്കാരുമെല്ലാം തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വ്യാപൃതമായിട്ടുണ്ട്. അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പോലീസും വാർത്താമാധ്യമങ്ങളും എല്ലാം തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനവുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ നിയമങ്ങളെയും
കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും മറ്റ് എല്ലാവിധ സഹകരണത്തോടു കൂടിയും ഈ വർഷത്തെ ഉത്സവം ഇന്ന് ഇവിടെ വലിയ തീയാട്ടോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. കോവിഡ് മഹാമാരി വളരെ അതിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഈ വർഷത്തെ ഉത്സവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തീയാട്ടാണിന്ന്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രോട്ടോക്കോളും ഹെൽത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങളിത് കൊണ്ടാടുന്നത്. ഈ അവസരത്തിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവതിയുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.